Welcome to a new video explaining the questions and answers based on the 9th standard English textual lesson The Last Leaf. 9ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ലാസ്റ്റ് ലീഫ് എന്ന അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. What added to the interest of Greenwich Village? ഗ്രീനിച്ച് വില്ലേജ് പ്രദേശത്തിൻ്റെ ആകർഷണീയത, അവിടെ എത്തുന്ന ജനങ്ങൾക്ക് ആ പ്രദേശവുമായിട്ടുള്ള താല്പര്യം വർദ്ധിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? ആൻസർ: The old and dirty buildings and apartments of Greenwich Village added to the interest of the village. ആ ഗ്രാമത്തിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ച ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്ന ഓൾഡ് ആൻഡ് ഡേർട്ടി ബിൽഡിങ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ്, പഴഞ്ചനും വൃത്തിഹീനവുമായിട്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു. Question 2. Identify an instance of personification in the story. What effect does this have? ഈ കഥയിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന ലിറ്റററി ഡിവൈസിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. അത് കണ്ടെത്തുക. എന്ത് ഇഫക്റ്റാണ് ഈ പ്രയോഗം ഉണ്ടാക്കുന്നത്? ആൻസർ: The writer has personified pneumonia by portraying it as a stranger who runs around people and touches them with its cold hand, making them sick. ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന് അവരെ സ്പർശിച്ച് രോഗികളാക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെപ്പോലെയാണ് എഴുത്തുകാരൻ ന്യൂമോണിയ എന്ന രോഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പേഴ്സോണിഫിക്കേഷൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം. The use of this literary device indicates the severity of the spread of the disease. ആ രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ ശക്തിയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. Question 3. Do you think the doctor's medication would really help Johnsy? Give reasons. ഡോക്ടറുടെ മെഡിക്കേഷൻ, മരുന്ന് പ്രയോഗം ജോൺസിയെ ശരിക്കും സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? Give reasons. നിങ്ങളുടെ ആൻസറിന് കാരണങ്ങൾ കൂടെ നൽകുക. ആൻസർ: No, we don't think the medication will help Johnsy much. മെഡിക്കേഷൻ ജോൺസിക്ക് ഒരുപാട് ഹെൽപ്പ് നൽകും, സഹായം നൽകുമെന്ന് നാം കരുതുന്നില്ല. കാരണം she has already been extremely depressed and hopeless about her getting well. അവളുടെ മനസ്സ് വളരെയധികം നിരാശ ബാധിച്ച അവസ്ഥയിലാണ്. രോഗം സുഖപ്പെടുമെന്നുള്ള പ്രതീക്ഷ അവൾക്ക് നേരത്തെ കൈമോശം വന്നിരിക്കുന്നു, പ്രതീക്ഷയില്ല. The doctor himself says that when patients start counting their last moments, the curative power of the medicines will diminish by 50%. ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, രോഗികൾ നിരാശ ബാധിച്ച് അവരുടെ അന്ത്യനിമിഷങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ പിന്നെ മരുന്നിൻ്റെ ക്യൂറേറ്റീവ് പവർ, രോഗത്തെ സുഖപ്പെടുത്താനുള്ള മരുന്നിൻ്റെ ശക്തി 50% കുറയും. അതിനാൽ മരുന്ന് പ്രയോഗം ജോൺസിയെ പൂർണ്ണമായി സുഖപ്പെടുത്തുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. Question 4. What aspects other than medicines can help a patient recover from a serious illness? മരുന്നിനുമപ്പുറം ഒരു രോഗിയെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്താൻ മറ്റെന്തൊക്കെ ഘടകങ്ങൾക്കാണ് കഴിയുക? ആൻസർ: The wish to live. ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. The self-confidence to recover from illness. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള, മോചനം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം. And above all, എല്ലാത്തിനും ഉപരിയായി, the ability to change one's mind from despair to hope. നിരാശയിൽ നിന്ന് പ്രതീക്ഷകളിലേക്ക് ഒരാളുടെ മനസ്സിനെ മാറ്റാനുള്ള കഴിവ്. ഇതെല്ലാം all these will help a patient more than medicines. മരുന്നിനേക്കാൾ കൂടുതൽ ഒരു രോഗിയെ ഇക്കാര്യങ്ങളൊക്കെയാണ് സഹായിക്കുക. Question 5. Why did Sue go to Johnsy's room whistling? എന്തുകൊണ്ടായിരുന്നു സു ജോൺസിയുടെ മുറിയിലേക്ക് പോയപ്പോൾ വിസിലടിച്ചുകൊണ്ട് പോയത്? വാട്ട് മെസ്സേജ് ഡസ് ഹെർ ആക്ഷൻ കൺവേ? അവളുടെ ഈ പ്രവൃത്തി എന്ത് മെസ്സേജാണ് നൽകുന്നത്? ആൻസർ:
Sue did so in order to convince Johnsy that there was nothing to fear. ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് ജോൺസിയെ ബോധ്യപ്പെടുത്താനാണ് സു അങ്ങനെ ചെയ്തത്. മാത്രമല്ല, ആൻഡ് ടു ക്രിയേറ്റ് പോസിറ്റീവ് തോട്ട്സ് ഇൻ എ ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്, നിരാശ ബാധിച്ച ജോൺസിയുടെ മനസ്സിൽ ചില പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാൻ കൂടിയാണ് സു അത് ചെയ്തത്. Her actions convey the message that companions should always try to give patients hope and confidence. അവളുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം ഇതാണ്: ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്നവർ, സുഹൃത്തുക്കളൊക്കെ രോഗിക്ക് പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും എപ്പോഴും നൽകണം. Question 6. What does the expression counting backwards reveal about Johnsey's state of mind? കൗണ്ടിംഗ് ബാക്ക്വാർഡ്സ്, പിറകോട്ട് എണ്ണുക എന്ന ഈ പ്രയോഗം ജോൺസിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് പ്രകടമാക്കുന്നത്? ആൻസർ: ഇറ്റ് ഷോസ് ജോൺസീസ് ഫീലിംഗ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. ജോൺസിയുടെ പ്രതീക്ഷയില്ലാത്ത മാനസിക ചിന്തകളെയാണ് അത് കാണിക്കുന്നത്. ഷി വാസ് നോട്ട് അറ്റ് ഓൾ ഹോപ്പ്ഫുൾ ഓഫ് റിക്കവറിംഗ് ഫ്രം ഹർ ഇൽനെസ് ആൻഡ് ലിവിങ് ഫോർവാർഡ്. തൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ അവൾക്ക് തീരെ ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിറകോട്ട് എണ്ണുക എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. Question 7. There goes another. How did Johnsy correlate the leaves with her own life? അതാ പോകുന്നു ഒരെണ്ണം കൂടെ എന്ന് ജോൺസി പറയുന്നുണ്ട്. ഓരോ ഇലയുടെയും കൊഴിയൽ തൻ്റെ ജീവിതവുമായി ജോൺസി എങ്ങനെയാണ് ബന്ധിപ്പിച്ചത്? ആൻസർ: ജോൺസി believed that she had only a few moments left in this world, like those few leaves remaining on the ivy vine. ആ മുന്തിരിവള്ളിയിൽ അവശേഷിക്കുന്ന ഏതാനും കുറഞ്ഞ ഇലകളെപ്പോലെ അത്രയും കുറഞ്ഞ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ജോൺസി വിശ്വസിച്ചു. She considered every falling leaf as the moments of her life past. ഓരോ കൊഴിയുന്ന ഇലയും തൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ നിമിഷമായി അവൾ പരിഗണിച്ചു. Question 8. I would rather stay here with you, says Sue to Johnsy. What does it tell us about their relationship? ഞാനിവിടെ നിന്നോടൊപ്പം നിൽക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ജോൺസിയോട് സു പറയുന്നു. ഈ വാക്കുകൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആൻസർ: സു വാണ്ടഡ് ടു ട്രീറ്റ് ഹെർ ഫ്രണ്ട് ജോൺസി വിത്ത് ലവ് ആൻഡ് കെയർ ആൻഡ് ഗിവ് ഹെർ ഇനഫ് കോൺഫിഡൻസ് ടു റിക്കവർ. തൻ്റെ കൂട്ടുകാരി ജോൺസിയെ സ്നേഹത്തോടെയും കരുതലോടെയും പരിചരിക്കണമെന്നും രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ അവൾക്ക് വേണ്ടത്ര ആത്മവിശ്വാസം കൊടുക്കണമെന്നും സു ആഗ്രഹിച്ചിരുന്നു. This shows the good spirit of Sue as a true friend who wants to share the joys and sorrows alike with her companion. തൻ്റെ സുഹൃത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയാകണമെന്ന ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ മാനസിക നിലയാണ് ഇതിലൂടെ, ഈ വാക്കുകളിലൂടെ സു പ്രകടമാക്കുന്നത്. Question 9. Why do you think Oenry portrayed Behrman as a pathetic, old, unsuccessful artist? ഈ കഥയിൽ ബെഹർമാൻ എന്ന കലാകാരനെ ഒ ഹെൻറി അവതരിപ്പിക്കുന്നത് ഒരു വൃദ്ധനായ പാത്തറ്റിക്, ദുരന്ത കഥാപാത്രം പോലെ, അൺസക്സസ്ഫുൾ ആർട്ടിസ്റ്റ്, വിജയിക്കാൻ കഴിയാതെ വന്ന ഒരു കലാകാരൻ എന്ന രൂപത്തിലൊക്കെയാണ്. എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ അങ്ങനെ ചെയ്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ: O. Henry might have intended to present the fact that a person's life is a mixture of happiness, sorrows, success and failure. ഒരുപക്ഷെ എഴുത്തുകാരൻ ഒ ഹെൻറിക്ക് ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം. ഒരാളുടെ ജീവിതം ഹാപ്പിനെസ്സും സോറോസും, സന്തോഷവും ദുഃഖങ്ങളും, സക്സസ് ആൻഡ് ഫെയിലിയർ, വിജയവും പരാജയവും, ഇതെല്ലാം ഇടകലർന്നതാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. He might have also had in his mind the aim to present a stunning Oenry twist. ഒരുപക്ഷെ തൻ്റെ കഥയിൽ സാധാരണ സംഭവിക്കാറുള്ളത് പോലെ
ഈ കഥയിലും ആവേശോജ്വലമായ ഒരു എൻട്രി ട്വിസ്റ്റ് കൊണ്ടുവരണം എന്നും അദ്ദേഹം ലക്ഷ്യമാക്കിയിരിക്കാം. ആ ലക്ഷ്യം, ആ എൻട്രി ട്വിസ്റ്റ് ഇതാണ്: മിസ്റ്റർ ബെഹർമാൻ കംപ്ലീറ്റ്സ് ഹിസ് പ്രോമിസ്ഡ് മാസ്റ്റർ പീസ് ബൈ പെയിൻറ്റിംഗ് ദ ലാസ്റ്റ് ലീഫ് ഓഫ് ജോൺസി. ജോൺസിക്ക് വേണ്ടി അവസാന ഇല വരച്ചുകൊണ്ട് ഏറെക്കാലം ബെഹർമാൻ പ്രോമിസ് ചെയ്തിരുന്ന മാസ്റ്റർ പീസ് ചിത്രം അതിലൂടെ പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ട്വിസ്റ്റ്. Question 10. Identify the expression which suggests that Behrman loved Sue and Johnsy a lot. ബെഹർമാൻ എന്ന കലാകാരൻ ജോൺസിയെയും സു എന്ന പെൺകുട്ടിയെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണിക്കുന്ന പ്രയോഗം കഥയിൽ നിന്ന് എടുത്തെഴുതുക. ആൻസർ: കഥയിൽ പറയുന്ന ഈ വരി അത് കാണിക്കുന്നു. ബെഹർമാൻ റിഗാർഡഡ് ഹിംസെൽഫ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് പ്രൊട്ടക്ടർ ഫോർ ദ ടു യങ് ആർട്ടിസ്റ്റ് ലിവിങ് എബവ് ഹിം. തൻ്റെ മുറിക്ക് മുകളിൽ താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികൾ, രണ്ട് കലാകാരികൾ, അവരുടെ പ്രൊട്ടക്ടർ, സംരക്ഷകനും, വാച്ച് ഡോഗ്, അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു വാച്ച് ഡോഗ്, ഒരു കാവൽ ഡോഗ് പോലെയും ബെഹർമാൻ സ്വയം അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. മാത്രമല്ല, ഓഫ് ഹൂം ഹി വാസ് വെരി ഫോണ്ട്. ആ രണ്ട് പെൺകുട്ടികളെയും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ വരികളാണത് കാണിക്കുന്നത്. Question 11. What was the blank canvas in Behrman's studio waiting for? ബെഹർമാൻ എന്ന കലാകാരൻ്റെ മുറിയിലുണ്ടായിരുന്ന ബ്ലാങ്ക് ക്യാൻവാസ്, ആ ശൂന്യമായ ക്യാൻവാസ് എന്തിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നിരുന്നത്? ആൻസർ: The blank canvas had been waiting for 25 years to receive the first line of Behrman's promised masterpiece. ബെഹർമാൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രോമിസ്ഡ് മാസ്റ്റർ പീസ്, ഏറ്റവും ഉത്തമമായ ആ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലൈൻ, അതിൻ്റെ ആദ്യ വര വീഴാൻ വേണ്ടിയിട്ടായിരുന്നു 25 കൊല്ലക്കാലത്തോളം ആ ബ്ലാങ്ക് ക്യാൻവാസ് കാത്തിരുന്നിരുന്നത്. Question 12. Why did Sue and Behrman look at the wine fearfully? ബെഹർമാനും സൂവും ആ വള്ളിയിലേക്ക് ഭയത്തോടെ നോക്കി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവർ ഭയത്തോടെ നോക്കിയത്? ആൻസർ: They looked at the wine fearfully because they found that its last leaf had fallen off. ജോൺസി ഭയപ്പെട്ടിരുന്ന, കാത്തിരുന്നിരുന്ന ആ അവസാന ഇല പൊഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് ആ വള്ളി അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഭയത്തോടെ അതിലേക്ക് നോക്കിയത്. Question 13. Why does the author call Johnsy merciless? ഈ കഥയിൽ ജോൺസിയെ മെഴ്സിലെസ് എന്നുള്ള പദം കൊണ്ട് വിളിച്ചിരിക്കുന്നു ഓഥർ. എന്തുകൊണ്ടാണ് ജോൺസിയെ മെഴ്സിലെസ് എന്ന് വിളിക്കാൻ കാരണം? ആൻസർ: Merciless here means somewhat inconsiderate or obstinate. മെഴ്സിലെസ് എന്ന പദം ഈ കഥാസന്ദർഭത്തിൽ അർത്ഥമാക്കുന്നത് ഏറെക്കുറെ മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകളൊന്നും ഇൻകൺസിഡറേറ്റ്, അതിന് പരിഗണന കൊടുക്കാത്ത, ഓർ ഒബ്സ്റ്റിനേറ്റ്, ശാഠ്യം പിടിക്കുന്ന എന്നൊക്കെ അർത്ഥത്തിലാണ്. ജോൺസി വാസ് നോട്ട് അറ്റൻറ്റീവ് ഇനഫ് ടു സൂസ് കൺസോളിംഗ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. സൂ പറയുന്ന ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ, ആശ്വാസം പകരുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, അതിലേക്കൊന്നും ജോൺസി വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവളെ മെഴ്സിലെസ് എന്ന് വിളിക്കാൻ കാരണം. Question 14. How did the last leaf on the vine affect Johnsy? ആ വള്ളിയിലെ അവസാനത്തെ ഇല യഥാർത്ഥത്തിൽ ജോൺസിയെ എങ്ങനെയാണ് ബാധിച്ചത്? ആൻസർ: Johnsy believed that the leaf remained on the vine to show her that she had been a bad girl wanting to die. ആ വള്ളിയിൽ ഒരു ഇല അവശേഷിച്ചത് അവൾക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എന്തായിരുന്നു അത്? ഷീ ഹാഡ് ബീൻ എ ബാഡ് ഗേൾ വാണ്ടിങ് ടു ഡൈ. മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബാഡ് ഗേൾ, ചീത്ത പെൺകുട്ടിയായിരുന്നു താനെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ എന്ന രൂപത്തിലായിരുന്നു ആ ലാസ്റ്റ് ലീവ് അവിടെ അവശേഷിച്ചത് എന്നാണ് പിന്നീട് ജോൺസി വിശ്വസിച്ചത്. Question 15.
Soon after Johnsy started showing signs of recovery, she expressed her wish to paint the Bay of Naples. What does it tell us about her? രോഗത്തിൽ നിന്ന് മോചനമുണ്ടാകും എന്ന ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബേ ഓഫ് നേപ്പിൾസ് എന്നുള്ള ചിത്രം വരയ്ക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെയും ജോൺസി പ്രകടമാക്കി. ഇത് ജോൺസിയെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ആൻസർ: It seems that the desire to paint the Bay of Naples was an unfulfilled wish in her mind. ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കാൻ ഉള്ള ആഗ്രഹം അവളുടെ മനസ്സിലെ സഫലീകൃതമാകാത്ത ഒരാഗ്രഹമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണ് അവളുടെ ആ പ്രകടനം. Question 16. Why didn't the last ivy leaf flutter or move? എന്തുകൊണ്ടായിരുന്നു ആ അവസാന ഐവി ലീഫ്, അവസാനത്തെ ഇല ഇളകുകയോ ചലിക്കുകയോ ചെയ്യാതിരുന്നത്? ആൻസർ: It would not flutter or move because it was only a painting that resembled a real leaf. യഥാർത്ഥമായ ഒരു ഇലയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം മാത്രമായിരുന്നു അത്. അതിനാൽ തന്നെ അത് ഇളകുകയോ ചലിക്കുകയോ ചെയ്യുമായിരുന്നില്ല. Now, a few more questions under the caption Let's revisit and reflect. Question 1. What is the role of a patient's conviction or willpower in the process of getting cured of a disease? Do you think it has a positive role? Why? ഒരു രോഗി സുഖം പ്രാപിക്കുന്ന കാര്യത്തിൽ ആ രോഗിയുടെ മനഃശക്തിക്ക്, ആത്മവിശ്വാസത്തിന് കാര്യമായ പങ്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവോ? എന്തുകൊണ്ട് നിങ്ങൾ കരുതുന്നു? Answer: According to the doctor who treated Johnsy, the willpower of patients has a role as important as that of medicines in curing them. ജോൺസിയെ പരിചരിച്ച ഡോക്ടറുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഒരു രോഗി സുഖം പ്രാപിക്കുന്ന കാര്യത്തിൽ മരുന്നിൻ്റെ അതേ പ്രാധാന്യമുള്ള പങ്ക് ആത്മവിശ്വാസത്തിനുമുണ്ട്. The curative power of medicines will diminish by 50% in patients who do not have the confidence about their recovery. സുഖം പ്രാപിക്കുമെന്ന ആത്മവിശ്വാസമില്ലാത്ത രോഗികളിൽ സുഖപ്പെടുത്താനുള്ള മരുന്നിൻ്റെ കഴിവ് പോലും 50% കുറയും എന്നുമാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. Question 2. Do you think Behrman drew the leaf knowing well that he was risking his own life? Give reasons. ലാസ്റ്റ് ലീഫ് എന്നുള്ള ആ ചിത്രം ബെഹ്മാൻ വരയ്ക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവൻ തന്നെ റിസ്ക് എടുത്തുകൊണ്ടാണ്, അപകടപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? ഗിവ് റീസൺസ്. നിങ്ങളുടെ ആൻസർ കാരണങ്ങൾ സഹിതം സമർത്ഥിക്കുക. ആൻസർ: He seemed to be well aware of the danger of getting exposed to the heavy rain and snow on that dreadful night. ആ ഭീകര രാത്രിയിലുണ്ടായിരുന്ന ശക്തമായ മഞ്ഞും മഴയും അത് ഏൽക്കുന്നത് തൻ്റെ ജീവന് അപകടമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. സ്റ്റിൽ ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ്. എന്നിട്ടും അദ്ദേഹം തൻ്റെ ജീവനെ റിസ്ക് എടുത്തു. ബിക്കോസ് അതിനുള്ള കാരണം he valued the life of young Johnsy more than his own life as an old man. താനൊരു വൃദ്ധനായ മനുഷ്യനാണ്. ആ വൃദ്ധനായ മനുഷ്യൻ എന്നുള്ള നിലക്ക് തൻ്റെ ജീവനേക്കാൾ കൂടുതൽ പ്രാധാന്യം ചെറുപ്പക്കാരിയായ ജോൺസിയുടെ ജീവന് അദ്ദേഹം വില കൽപ്പിച്ചു. He wanted to give her confidence for a speedy recovery. ആ അവസാന ഇല കൊഴിയാതെ അതവിടെ വരച്ചു വെച്ചുകൊണ്ട് അവൾക്ക് സ്പീഡി റിക്കവറി, ഏറ്റവും എളുപ്പത്തിൽ രോഗശമനം കിട്ടാൻ ആവശ്യമായ കോൺഫിഡൻസ് നൽകാനും അദ്ദേഹം ആഗ്രഹിച്ചു. Question 3. Do you think the painting was Behrman's masterpiece? Substantiate. What message does it convey? ബെഹ്മാൻ വരച്ച ലാസ്റ്റ് ലീഫ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് തന്നെ ആയിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അത് ആൻസർ സമർത്ഥിക്കുക.
അദ്ദേഹത്തിൻ്റെ ആ ചിത്രം അല്ലെങ്കിൽ ആ ശ്രമം എന്ത് മെസ്സേജാണ് നൽകുന്നത്? യെസ്, ഇറ്റ് ഹാപ്പൻ ടു ബി ബെഹ്മാൻസ് മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ത്രൂ എ കോയിൻസിഡൻസ്. അദ്ദേഹം മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ചിത്രം വരച്ചതല്ല എങ്കിലും ഒരു കോയിൻസിഡൻസിലൂടെ, ഒരു ആകസ്മികമായ ഒരു സംഭവത്തിലൂടെ ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി മാറി. The painting of the last leaf brought a young girl back to life. ആ ചിത്രം ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സാക്രിഫൈസിങ് ദ ലൈഫ് ഓഫ് ദ പെയിൻറ്റർ. എന്നാൽ ചിത്രകാരൻ്റെ ജീവൻ ബലികഴിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ആൻഡ് ദസ് ഇറ്റ് ബിക്കെയിം ആൻ ഇൻവാല്യുബിൾ മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ്. അങ്ങനെ ചിത്രകാരൻ സ്വന്തം ജീവൻ ബലിയഴിപ്പിച്ചുകൊണ്ട് ചിത്രത്തിലൂടെ ഒരു ചെറുപ്പക്കാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ പ്രവൃത്തി, ആ ചിത്രം ബിക്കെയിം ആൻ ഇൻവാല്യുബിൾ മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ്, വിലമതിക്കാനാകാത്ത ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ആയി മാറി. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി നൽകുന്ന മെസ്സേജ് ഇതാണ്: ദ പവർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ശക്തി, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സാക്രിഫൈസ്, സഹനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്പിരിറ്റ്. ഇതെല്ലാം തന്നെ ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ഫേസ് അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസ്, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ജനങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ദ മെസ്സേജ് ഇറ്റ് കൺവേസ്. അത് നൽകുന്ന ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോസ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.